ഹലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിവിഡൻഡ് പോളിസി എന്നുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിവിഡൻഡ് സിംപ്ലി നമുക്കറിയാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കമ്പനി അതിന് വേണ്ട ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് പല സോഴ്സുകളിൽ നിന്ന് നമുക്കറിയാം. ഇപ്പോൾ ചിലപ്പോൾ കുറേ ഡെപ്റ്റ് സോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ കുറേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യാറുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കമ്പനിയുടെ തന്നെ പ്രോഫിറ്റായിട്ട് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമ്മൾ റിട്ടേൺ തിരിച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇവർക്ക് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം, അവർക്ക് റിട്ടേൺ കൊടുക്കുന്നത് നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ കമ്പനി റിട്ടേൺ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റിൽ നിന്നെടുത്ത് കൊടുക്കുന്ന ആ റിട്ടേണിനാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് എന്നുള്ള ടേമിൽ നമ്മൾ പറയുന്നത്. ഇനി അതിനകത്ത് തന്നെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഡെപ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ മെയിൻലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്നുള്ള ടേമിലോ അല്ലെങ്കിൽ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നുണ്ട്, ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ടാണ് നമ്മൾ ഡിവിഡൻഡിനെ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആയിട്ടാണ് നമ്മൾ ഡിവിഡൻഡിനെ പറയുന്നത്. ദെൻ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അതുപോലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, ഇത് രണ്ടും ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ കൊടുക്കുന്ന റിട്ടേൺ ഫിക്സ്ഡ് അല്ല, എല്ലാ വർഷവും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. വേരി ചെയ്യാൻ മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് ഈക്വലായിട്ട് എന്ത് ചെയ്യും, ഇപ്പുറത്ത് ഡിവിഡൻഡിൻ്റെ വാല്യൂവിലും ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി ഡിവിഡൻഡ് എപ്പോഴും ഫിക്സ്ഡ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റിയുടെ ബേസ്ഡാണ് വേരി ചെയ്യുന്നത്. പ്ലസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ എത്ര ഡിവിഡൻഡ് കൊടുക്കണമെന്നുള്ളതാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഫിക്സ്ഡ് എമൗണ്ട് ആവില്ല, ചിലപ്പോൾ ഓരോ വർഷവും ഓരോ കമ്പനിയിൽ അവരുടേതായിട്ട് പോളിസി ബേസ്ഡ് ആണ് ഇക്വിറ്റി ഡിവിഡൻഡ് കമ്പനികൾ കൊടുക്കുന്നത്. ഇനി ഡിവിഡൻഡ് എന്നുള്ള ടേമിലേക്ക് വരികയാണെങ്കിൽ ഒരു ഹിസ്റ്ററി പറയുന്ന ഡിവിഡൻഡ് എന്നുള്ള ടേം നമ്മൾ വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ട് ഡിവിഡൻഡം എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിവിഡൻഡ് എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് വരുന്നത് സം ടു ബി ഡിവൈഡഡ് എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ മോഡേൺ ടേംസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി അമംഗ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സം ഓഫ് മണി അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഷെയറിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് കിട്ടുന്ന റിട്ടേൺ ഡിവിഡൻഡാണ്. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് എടുത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്നുള്ള ടേമിൽ പറയുന്നത്. ഇനി ഡിവിഡൻഡിൽ തന്നെ നമ്മൾ പല ടൈപ്സ് ഓഫ് ഡിവിഡൻഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ദെൻ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ബോണ്ട് ഡിവിഡൻഡ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പല ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. എല്ലാ സമയത്തും ഒരേ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരേ ഫോമിലാവില്ല ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ക്യാഷ് ഡിവിഡൻഡ് ആണ്. ക്യാഷ് ഡിവിഡൻഡ് സിംപ്ലി ഡിവിഡൻഡ് ക്യാഷിൻ്റെ ഫോമിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ റെഗുലർ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ദെൻ ഇൻറ്ററിം ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. റെഗുലർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇയർ എൻഡിൽ കൊടുക്കുന്ന ഡിവിഡൻഡുകളെയാണ് നമ്മൾ റെഗുലർ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് എന്ന ടേമിൽ പറയാറ്. ദെൻ ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇൻറ്ററിം ഡിവിഡൻഡ് ചില സമയത്ത് എന്ത് ചെയ്യും, ഇയർ കംപ്ലീറ്റ് ആയതിനു മുമ്പ്, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ പകുതി കഴിയുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇയർ എൻഡിന് പകരം ഇയറിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഡിവിഡൻഡുകളാണ് നമ്മൾ ഇൻറ്ററിം ഡിവിഡൻഡ് എന്നുള്ള ടേമിൽ പറയുന്നത്.
നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് ഡിവിഡൻ്റാണ്. സ്റ്റോക്ക് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാവില്ല, പകരം ഷെയർസ് ആയിട്ടായിരിക്കും. നമ്മളതിനെ ബോണസ് ഷെയർസ് എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനി ഈ ഡിവിഡൻറ്റിനെ കമ്പനിക്ക് തന്നെ എടുക്കാൻ വേണ്ടി കമ്പനിയുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യും, ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് പകരം അതിന് ഈക്വൽ ആയിട്ടുള്ള ഷെയർസ് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ്. ദെൻ സ്ക്രിപ്പ് ഡിവിഡൻ്റ് ആണ്. സ്ക്രിപ്പ് ഡിവിഡൻറ്റ് നമ്മൾ ഷെയർസ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രോമിസറി നോട്ട്സ് ആയിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില കേസിൽ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന കേസിൽ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കാനുള്ള എമൗണ്ട് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ എഗ്രിമെൻ്റാണ്. അപ്പം അങ്ങനെ ക്യാഷ് ഇപ്പോൾ കൊടുക്കുന്നതിന് പകരം ഫ്യൂച്ചർ ഡേറ്റിൽ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസറി നോട്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവിഡൻറ്റിന് പകരമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് പറയുന്നത് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻ്റ് ആണ്. ലിക്വിഡേറ്റിംഗ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്യാപിറ്റൽ തിരിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത്, കമ്പനി അത്ര കൂടുതൽ കാലം റൺ ചെയ്യില്ല എന്ന് നിൽക്കുന്ന സമയത്ത് കമ്പനി മെല്ലെ മെല്ലെ ക്യാപിറ്റൽ റീഫണ്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ റീഫണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻറ്റ് എന്നുള്ള ടൈമിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടി ഡിവിഡൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ടാവില്ല, പകരം കമ്പനിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, അസറ്റ്സ് ആയിട്ടായിരിക്കും ഡിവിഡൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. കമ്പനി കൂടുതൽ കാലം മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, ഈവൻ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് ഇല്ലാതെ വരുന്ന കേസിലും കമ്പനിയുടെ ഏതെങ്കിലും വെഹിക്കിൾസോ കമ്പനിയുടെ മെഷീനറീസോ അല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും സ്റ്റോക്കൊക്കെ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ബോണ്ട് ഡിവിഡൻ്റ് ആണ്. അപ്പോൾ അവിടെ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് ബോണ്ടിൻ്റെ ഫോമിലായിരിക്കും. ബോണ്ട് ഡിബെഞ്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി തന്നെയാണ്, ഷെയർ പോലെ തന്നെ ഡെപ്റ്റ് സെക്യൂരിറ്റിയാണ്. അപ്പം അങ്ങനെ ഡിബെഞ്ചർ ഫോമിൽ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഫോമിലൊക്കെ നമ്മൾ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ബോണ്ട് ഡിവിഡൻറ്റ് എന്നുള്ള ടേമിലാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡിവിഡൻറ്റ് പോളിസി എന്നുള്ളത്. ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനി എത്ര ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ടേംസിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. സോ ദ പോളിസി വിച്ച് ഡിറ്റർമൈൻസ് ദ അലോക്കേഷൻ ഓഫ് ഏർണിങ്സ് ഇൻ ടു റീറ്റേൺഡ് ഏർണിങ്സ് ആൻഡ് ഡിവിഡൻറ്റ്. ഇപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പ്രോഫിറ്റിൽ നിന്ന് എത്ര പോർഷൻ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ എത്ര പോർഷൻ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനെയാണ് നമ്മൾ കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില കമ്പനികൾ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ 100% ഡിവിഡൻ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ പോളിസി. റീറ്റെയിൻ ചെയ്യുന്നില്ല. ചില കമ്പനികൾ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ കമ്പനികൾ റീറ്റെയിൻ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ 100% റീറ്റെയിൻ ചെയ്യുന്നതാണ് കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസി. മെജോറിറ്റി കമ്പനികളും കിട്ടിയ പ്രോഫിറ്റ് ഒരു ഷെയർ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കി ഷെയർ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കമ്പനികൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസിയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എത്ര ഡിവിഡൻറ്റ് കൊടുക്കണം, എത്ര റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ. ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന കേസിൽ എല്ലാ കമ്പനികളും ഒരേ ഡിവിഡൻറ്റ് പോളിസി ആവില്ല ഫോളോ ചെയ്യുന്നത്. ഓരോ കമ്പനിയുടെയും ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, അവരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കമ്പനികളും ആ കമ്പനികൾ സ്പെസിഫിക് ആയിട്ടായിരിക്കും ഡിവിഡൻറ്റ് പോളിസികൾ ഫോളോ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഡിവിഡൻറ്റ് പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ ഫാക്ടർ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ് ആണ്. ഇപ്പോൾ കമ്പനികൾ റെഗുലറായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവർ കുറച്ചും കൂടെ ലിബറലായിട്ടുള്ള ഡിവിഡൻറ്റ് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുക. കാരണം എപ്പോഴെങ്കിലും ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരിക, എല്ലാ വർഷവും നമുക്ക് ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഫണ്ട് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും, ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ് ആണ്. ഫണ്ടിൻ്റെ കേസിൽ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയാണ് മെയിൻലി പറയുന്നത്. അപ്പോൾ കമ്പനികൾ കൂടുതൽ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വരുന്ന കമ്പനികളാണെങ്കിൽ എപ്പോഴും കമ്പനി എന്ത് ചെയ്യും, കിട്ടുന്ന പ്രോഫിറ്റിന് ഒരു മേജർ ഷെയർ റീറ്റെയിൻ ചെയ്യുമായിരിക്കും ചെയ്യാം. ഡിവിഡൻ്റായിട്ട് കൊടുക്കില്ല, പകരം കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ചെറിയൊരു ഷെയർ മാത്രമേ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ.
കാരണം ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കുറച്ച് ഗ്രോയിങ് കൺസേണൊക്കെ ആണെങ്കിൽ, ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അവരെന്ത് ചെയ്യും, പ്രോഫിറ്റിൽ നിന്ന് കൂടുതൽ എമൗണ്ട് റീറ്റെയിൻ ചെയ്തിട്ടാണ് ആ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എപ്പോഴും കമ്പനി ഈ കമ്പനിയുടെ പ്രോഫിറ്റ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനാണ് നോക്കുക. ഇനി കമ്പനിക്ക് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ പേ ഔട്ട് കുറവായിരിക്കും, ഡിവിഡൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് കുറവായിരിക്കും, റീറ്റൻഷനായിരിക്കും കൂടുതലായിട്ട് വരിക. ഇനി കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് റിട്ടേൺ ചെയ്യുള്ളൂ, കൂടുതൽ എമൗണ്ട് ഡിവിഡൻ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കൺട്രോൾ, കമ്പനിയുടെ കൺട്രോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ കൺട്രോൾ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിയിൽ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ കമ്പനിയുടെ കൺട്രോൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, നമ്മളുടെ കയ്യിൽ നിന്ന് പുതിയ ആളുകളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി എപ്പോഴും ചെയ്യുന്നത്, പുതിയ ആളുകളെ ഇതിലേക്ക് വരുത്തുന്നതിന് പകരം കമ്പനിയുടെ ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൺട്രോൾ റിട്ടേൺ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ കൊടുക്കുന്ന ഡിവിഡൻറ്റിൻ്റെ വാല്യൂ കുറവായിരിക്കും, പകരം കൂടുതൽ എമൗണ്ട് അവർ റീറ്റെയിൻ ചെയ്തായിരിക്കും അവർ ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്നത് പാസ്റ്റ് ഡിവിഡൻറ്റ് റേറ്റ്സ് ആണ്. മുമ്പ് കൊടുത്ത ഡിവിഡൻറ്റുകളാണ്. എപ്പോഴും ഡിവിഡൻറ്റിൽ വലിയൊരു ചേഞ്ച് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം പെട്ടെന്ന് ഡിവിഡൻറ്റ് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. എപ്പോഴും കൊടുക്കുന്ന ഡിവിഡൻറ്റ് പ്രീവിയസ് ഇയേഴ്സിൽ കൊടുത്ത ഡിവിഡൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും കമ്പനി ഫിക്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എബിലിറ്റി ടു ബോറോ എന്നുള്ളതാണ്. ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് എന്തെങ്കിലും വരുന്ന കേസിൽ പെട്ടെന്ന് പുറത്തുനിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണെങ്കിൽ അപ്പോൾ ആ കമ്പനിക്ക് കൂടുതൽ ഫണ്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഫണ്ട് കിട്ടാത്ത കമ്പനികളാണെങ്കിൽ എപ്പോഴും കൂടുതൽ പ്രോഫിറ്റ് കമ്പനി റീറ്റെയിൻ ചെയ്യായിരിക്കും ചെയ്യുന്നത്. ദെൻ നീഡ് ടു റീപേ ഡെപ്റ്റ്, ഒരുപാട് ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് ലയബിലിറ്റി എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഇൻട്രസ്റ്റ് ലയബിലിറ്റി ഉള്ള കമ്പനികളാണെങ്കിൽ എപ്പോഴും കൊടുക്കുന്ന ഡിവിഡൻറ്റ് കുറവായിരിക്കും. കാരണം ആ കമ്പനിയുടെ ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യും, എപ്പോഴും ഒരു പ്രോഫിറ്റിൻ്റെ റിസർവ് ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ റീറ്റൻഷൻ കൂടുതലും പേ ഔട്ട് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്ന എമൗണ്ട് കുറവായിരിക്കും. ദെൻ ട്രേഡ് സൈക്കിളാണ്. ട്രേഡ് സൈക്കിളിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ മെയിൻലി ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ വരുന്ന കേസാണെങ്കിൽ എപ്പോഴും നമുക്ക് കൂടുതൽ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഫണ്ട് പ്രോഫിറ്റിൽ നിന്ന് റീറ്റെയിൻ ചെയ്തായിരിക്കും ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ കമ്പനിയിലും കുറേ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്യാനുണ്ടായിരിക്കും. സോ ഡിവിഡൻറ്റിൻ്റെ കേസിലും ആ ലീഗൽ റിക്വയർമെൻറ്റ്സ് കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. ചില കേസിൽ കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുന്ന കേസിൽ പ്രോഫിറ്റ് മാത്രമേ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്ര പെർസെൻറ്റേജ് കമ്പനി റിസർവ് ചെയ്തിട്ട് ബാക്കി മാത്രമേ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ക്യാഷിൻ്റെ ഫോമിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ആ കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾസ് ഉണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ റൂൾസും അല്ലെങ്കിൽ ജനറലി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന റെഗുലേഷൻസ് കൂടെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് കൂടെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഡിവിഡൻറ്റ് പോളിസികളെ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്. ടാക്സ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ വാല്യൂ കുറയും, മീൻസ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് കുറയും എന്നുള്ളതാണ്. കമ്പനിയുടെ ടാക്സ് റേറ്റാണ് പറയുന്നത്. ടാക്സ് റേറ്റ് കൂടിയ പ്രോഫിറ്റ് കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ടാക്സ് റേറ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഡൻറ്റ് പോളിസി കമ്പനികൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ബേസ്ഡ് ആണ് കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസി നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക.